ഒരു സെക്കൻഡ്. വാഹനം വാങ്ങാൻ പോകുമ്പോൾ വില മാത്രം നോക്കിയാൽ മതി എന്നത് വലിയ തെറ്റാണ്. ആദ്യമായി വാഹനത്തിന്റെ സിസ്റ്റർ ബുക്ക് ശ്രദ്ധയോടെ പരിശോധിക്കണം. ഉടമയുടെ പേര്, വിലാസം, ചാസിസ് നമ്പർ, എഞ്ചിൻ നമ്പർ ഒക്കെ ഒത്തുനോക്കണം. വാഹനം ബാങ്ക് ലോൺ ഉള്ളതാണോ എന്ന് ഉറപ്പാക്കണം. സിസ്റ്റർ ഇല്ലാതെ ഒരിക്കലും വാഹനം വാങ്ങരുത്. ഇൻഷുറൻസ് ഇപ്പോൾ ആക്റ്റീവ് ആണോ എന്ന് പരിശോധിക്കണം. മുമ്പ് ക്ലെയിം ചെയ്തിട്ടുണ്ടോ എന്നും അറിയണം. വാഹനം വലിയ ആക്സിഡന്റിൽ പെട്ടിട്ടുണ്ടോ എന്ന് നിർബന്ധമായി പരിശോധിക്കണം. ചാസിസ് വളഞ്ഞിട്ടുണ്ടെങ്കിൽ വാങ്ങൽ ഒഴിവാക്കണം. എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശബ്ദം ശ്രദ്ധിക്കണം. അസാധാരണ ശബ്ദങ്ങൾ ഉണ്ടെങ്കിൽ പ്രശ്നത്തിന്റെ സൂചനയാണ്. ഗിയർ, ക്ലച്ച്, ബ്രേക്ക് സിസ്റ്റം ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് സ്വയം ഉറപ്പാക്കണം. ടയറുകളുടെ അവസ്ഥ നോക്കണം. ഉടൻ മാറ്റേണ്ടി വന്നാൽ അത് കൂടുതൽ ചെലവാണ്. സർവീസ് റെക്കോർഡുകൾ ഉണ്ടോ എന്ന് ചോദിക്കണം. നിയമിതമായി സർവീസ് ചെയ്ത വാഹനങ്ങൾ കൂടുതൽ വിശ്വാസയോഗ്യമാണ്. ഓഡോമീറ്റർ റീഡിംഗ് മാറ്റിയിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. സർവീസ് ബില്ലുകൾ ഇത് സ്ഥിരീകരിക്കാൻ സഹായിക്കും. കോടതി കേസ്, ട്രാഫിക് ഫൈൻ ഉണ്ടോ എന്ന് പരിവാഹൻ വെബ്സൈറ്റ് വഴി പരിശോധിക്കണം. വില തീരുമാനിക്കുന്നതിന് മുൻപ് ഓൺലൈൻ മാർക്കറ്റ് വിലകളുമായി താരതമ്യം ചെയ്യണം. ഒരു വിശ്വാസമുള്ള മെക്കാനിക്കിന്റെ അഭിപ്രായം വാങ്ങുന്നതിന് മുൻപ് നിർബന്ധമാണ്. എല്ലാം ശരിയാണെങ്കിൽ മാത്രം സെയിൽ എഗ്രിമെന്റ് തയ്യാറാക്കി ഒഫീഷ്യൽ ട്രാൻസ്ഫർ നടപടികൾ പൂർത്തിയാക്കണം. കുറച്ച് പണം ലാഭിക്കാം എന്ന ചിന്തയിൽ തെറ്റായ വാഹനം വാങ്ങരുത്. ശ്രദ്ധയോടെ വാങ്ങിയാൽ സെക്കൻഡ് വാഹനം ഒരു മികച്ച സാമ്പത്തിക തീരുമാനമായിരിക്കും. ഇത്തരം സാമ്പത്തിക വാഹന വിവരങ്ങൾ ലളിതമായി നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഭാരത് പബ്ലിക് മീഡിയ. ഈ വീഡിയോ കണ്ട് സഹായകമാണെങ്കിൽ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വിവിധ സർക്കാർ പദ്ധതികളും വായ്പ വിവരങ്ങളും അറിയാൻ ബെൽ ഐക്കൺ അമർത്തി അറിയിപ്പുകൾ ലഭിക്കൂ.